കേരളത്തെ കടക്കണിയിലാക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ അടിമുടി വലിച്ചു കീറുകയാണ് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയെയും 15,500 രൂപ കടക്കണിയിലേക്ക് കൂപ്പുകുത്തിച്ച ഒരു ഭരണകൂടം. കിഫ്ബിയുടെ പേരിൽ അടിച്ചുമാറ്റിയത് കോടിക്കണക്കിന് രൂപ. കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 250 കോടി രൂപയിലധികം കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെടുത്തിയ ഒരു സർക്കാർ. ഇനി കേരളത്തിലെ ജനങ്ങളുടെ കിഡ്നി മാത്രമേ വിൽക്കാനുള്ളൂ എന്ന മഹാസത്യം വിളിച്ചു പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ. കിഫ്ബിയിലെ അഴിമതിയിൽ, കിഫ്ബിയിലെ വകമാറ്റി ചെലവഴിക്കലിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കടക്കം ഇഡിയുടെ നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് കേരള സർക്കാരിന്റെ അഴിമതി ഓരോന്നായി ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രന്റെ കിടിലം പ്രസംഗം വന്നിരിക്കുന്നത്. കടമെല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കി ആകെ ഇപ്പോൾ വിൽക്കാനുള്ളത് ജനങ്ങളുടെ കിഡ്നി മാത്രമാണ് എന്നുള്ള അവസ്ഥയിലൂടെയാണ് കേരള സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ഇത്രയും കോടി രൂപ വാങ്ങിയത് 9.72% പലിശയ്ക്കാണ് എന്ന അതേ സമയത്ത് തന്നെ ഒരു മാസത്തിന്റെ മാത്രം ഇടവേളയിൽ HDFCക്ക് 1000 കോടി രൂപ കിട്ടിയത് ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ പലിശ നിരക്കിലാണ്. അപ്പോൾ 9.72% കേരള മുഖ്യമന്ത്രിക്ക് ലോൺ കൊടുക്കുകയും അതേസമയം 1.5% കുറവിൽ 1000 കോടി രൂപ HDFC കമ്പനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ കമ്പനികൾ ലോൺ എടുക്കുകയും ചെയ്യുമ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 7.2%-നും 8.2%-നും ഇടയിൽ പലർക്കും പണം അവിടെ നിന്ന് പലിശയ്ക്ക് കിട്ടിയപ്പോൾ നമുക്ക് മാത്രം കിഫ്ബിക്ക് 9.72%-ന് എങ്ങനെയാണ് പലിശ വന്നത്? ഈ പലിശ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് 160 കോടി മുതൽ 250 കോടി രൂപ വരെ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന, പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതിയെ തന്ത്രപൂർവം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഇഡിയുടെ നോട്ടീസ് വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ്? പ്രതിപക്ഷം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത്. അവർ പറയുന്നത് ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ പ്രതികരിക്കുന്നു? ഇത് ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ആ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളെ വളർത്താതെ വിദേശ നിക്ഷേപവും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിരവധി മേളകൾ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഒരു മേഖലയിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇത്ര കണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കാൻ അറിയാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടതിന് പകരം ദേശീയ ഏജൻസിയെ ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന്റെ വ്യവഹാരം കേരളത്തിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. പ്രാദേശിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 മുന്നണി കേരളത്തിൽ ഉണ്ടാകില്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഘടകകക്ഷികൾ പ്രതികരിക്കുന്നത് പോലെ ഇടതുപക്ഷം ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിടുമോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത്. സിനിമയിൽ ഒരു പാട്ടുണ്ട്, അമ്മായി എപ്പോഴും അപ്പം ചുടുന്നത് മരുമോന് വേണ്ടിയിട്ടാണ്. അമ്മായി ചുട്ടത് മരുമോനുക്ക്, ഇപ്പോ അച്ഛൻ ചുടുന്നത് മരുമോനുക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛൻ പിണറായി വിജയൻ മിസ്റ്റർ റിയാസിന് വേണ്ടി വിദേശ യാത്രകൾ നടത്തി അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ കടമെടുത്ത പണം കേരള ഗവൺമെന്റ് പറയുന്നത് ഈ പണത്തിൽ ബഹുഭൂരിപക്ഷവും ചിലവഴിച്ചിട്ടുള്ളത് റോഡ് പണിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കാണുന്ന തലങ്ങും വിലങ്ങുമുള്ള വലിയ റോഡുകൾ കേരളത്തിലേക്ക് കേന്ദ്രം നൽകുമ്പോൾ ഈ കിഫ്ബി വഴി എടുത്ത കോടിക്കണക്കിന് രൂപ ഏത് മേഖലയിലാണ് വിനിയോഗിച്ചത്?
ഏത് വകുപ്പിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായി അടിയന്തരമായി ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.